അപ്പോൾ രാവിലെ നമ്മളിങ്ങനെ സൈറ്റിലോട്ട് പോവുക. അപ്പം നമ്മൾ ഡെയിലി പോകുന്ന വഴിയിൽ കടയിൽ നിർത്തും എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ അറബിക് ഐറ്റംസൊക്കെ കണ്ടുകൊണ്ട് വീഡിയോ എടുത്തതാണ്. ഇത് അവിടുത്തെ വാളും കത്തികളും, കുറേ വാളുണ്ട്, കത്തിയുണ്ട്, പിന്നെ തോക്കുകൾ, വലിയ തോക്കുണ്ട്, ചെറിയ തോക്കുണ്ട്, എല്ലാ തോക്കുകൾ. പിന്നെ ഇത് കവറ് മാത്രമേ ഉള്ളൂ, തോക്കില്ല. എല്ലാത്തിൻ്റെയും കവറാണ്, ഫുള്ള് കവറാണ്, എല്ലാ കവറും ഉണ്ട്. പിന്നീട് നമ്മൾ സൈറ്റിലെത്തി. നമ്മൾ ബാഹുബലിയായി പണിക്കാർ ഓരോ സാധനങ്ങളായിട്ട് ചുമന്നുകൊണ്ട് പോകുന്നുണ്ട്. പണി പെട്ടെന്ന് തീർക്കാൻ വീട്ടിൽ പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം കൂടെ മാക്കന്നെ പണിയെടുക്കും. അങ്ങനെ അതിൻ്റെ ഇടയിൽ എൻ്റെ നഖം പൊട്ടി. 6-7 മാസം കൊണ്ട് വളർത്തിയ സാധനം പൊട്ടിപ്പോയെന്ന് ഭയങ്കര വിഷമമായി. നമ്മുടെ പെർമിറ്റില്ലാതെ നമ്മളെ സാധനങ്ങൾ വീണ്ടും എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട്. ഇന്നത്തെ ആക്ടിവിറ്റീസ് പണി കഴിഞ്ഞു വീട്ടിലോട്ട് പോകുന്നു, മീൻസ് റൂമിലോട്ട് തിരിച്ചു പോവുക. അപ്പോൾ അടിപൊളി കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ വീഡിയോ എടുത്തു, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മൾ ടീമൊക്കെ ആയിട്ട് ഒരു ഫോട്ടോയും കൂടെ അങ്ങ് എടുത്തു. പിന്നെ നേരെ വൈകിട്ടായപ്പോൾ ഇത് കണ്ട, ഇതാണ് മാർക്കറ്റിംഗ് ട്രിക്ക്. ഇത് 3.5 ലിറ്ററിന് 35 രൂപ. അതേ സമയത്ത് 1 ലിറ്ററിന് വെറും 1.5 ലിറ്ററിന് 14 രൂപയുണ്ട്. അപ്പോൾ 1.5ക്ക് 14 28 1/2 ലിറ്ററും കൂടെ, 28ഉം 14ൻ്റെ പാതി 7, 34 രൂപയുടെ സാധനമാണ് 35 റിയാലിന്. 1 റിയാൽ അവന്മാർക്ക് കൂടുതലല്ല. അപ്പോൾ ആൾക്കാർ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് 3 എണ്ണം ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ഇതെടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മളിങ്ങനെ കണക്ക് കൂട്ടി വായിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായി ഈ ഒരെണ്ണം എടുത്താൽ മതി, 14 റിയാലിൻ്റെ സാധനം മതി. അങ്ങനെ അടുത്ത ദിവസം ആയി. ഇന്ന് ഓഫായതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുക്കിംഗ്, ഇന്നലെ രാത്രി മാഗി ഉണ്ടാക്കി കഴിച്ചതൊന്നും പാത്രം കഴുകിയിട്ടില്ല. അതെല്ലാം കൂടെ കഴുകാൻ പോവുക. എല്ലാം കുറേ കഴുകാനുണ്ട്. ഇതാണ് സാധനങ്ങൾ. കഴുകി വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയും വെണ്ടയ്ക്കയെല്ലാം കട്ട് ചെയ്തു, ഉള്ളിയെല്ലാം കട്ട് ചെയ്തു, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്ത് ഇടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി അടുത്ത ഓരോന്നായിട്ട് കുനുകുനാന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അടുത്ത് നേരെ മുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടി, പിന്നീട് നേരെ അടുത്തതായിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യണം. അതിനു മുമ്പ് കുറച്ച് ഉപ്പും കൂടെ ഇടാനുണ്ട്, ഉപ്പും കൂടെ ഇടുന്നുണ്ട്. ഇതെല്ലാം അറബിക്കിൽ എഴുതിയിരിക്കുന്നതല്ല. ഇതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ചെറുതാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ വലുത്. അങ്ങനെ ഉപ്പിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടു. കയ്യിൽ സ്പൂണൊന്നും കിട്ടാത്തതുകൊണ്ട് കത്തി വെച്ച് തന്നെ മസാല മിക്സ് ചെയ്യുക. ഇതിങ്ങനെ മിക്സ് ചെയ്തിടുമ്പോഴത്തേക്ക് എല്ലാം കൂടെ പ്രോപ്പറായിട്ട് മിക്സ് ആവും. മറ്റത് എല്ലാവരും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മസാല ഇടുന്നത്. ഞാൻ നേരെ ആദ്യം മസാല എല്ലാം കൂടെ പ്രോപ്പറായിട്ട് മിക്സാക്കി ഉപ്പും എല്ലാം കൂടെ ആദ്യമേ ഇട്ട് മിക്സ് ചെയ്യും. എല്ലാം കൂടെ മിക്സാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എല്ലാത്തിൻ്റെയും കൂടെ ഇങ്ങനെ പരത്തി അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് ഫ്രൈ പാനിൽ തന്നെ ഇട്ട് കുലുക്കി നോക്കി. അപ്പോൾ സെറ്റാവുന്നില്ല. പിന്നീട് നേരെ കൈ കൊണ്ട് തന്നെ എല്ലാം കൂടെ അങ്ങ് വിരവി അങ്ങ് എടുത്തു. ഇത് നല്ല ഓയിൽ ഒഴിച്ച് നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്ത് കഴിച്ച് നോക്കുക. ഒരു പ്രാവശ്യം കഴിച്ച് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. അങ്ങനെ മെഴുക്ക് വരട്ടി എന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഭയങ്കര ക്രിസ്പി ആയിരിക്കും, ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ നേരെ ഫ്രൈ പാനിൽ കൊണ്ടിട്ടു, അരിയും വെച്ചു. ഇന്നത്തെ കറിയാണ് ഇത് രണ്ടും, ഫ്രൈയും അരിയും. എനിക്ക് അങ്ങനെ കറിയൊന്നും വേണ്ട, എനിക്കൊരു ഫ്രൈയും ഒരു ചോറും ഉണ്ടെങ്കിൽ മതി. ഇതാ ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ട്. തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന അത്രയ്ക്ക് ക്രിസ്പിയാണ്. തൊട്ടാൽ പൊട്ടിപ്പോവും. എന്നിട്ട് കഴിച്ചു. വീട്ടിലോട്ട് വീഡിയോ കോൾ വിളിച്ചു. അനിയത്തിയുടെ മോനെ വീഡിയോ കോളിൽ കണ്ടു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഒരു ആപ്പിൾ കഴിച്ചു, കിടന്നുറങ്ങി.